ഹെയർ ഫോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്? നമുക്ക് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 എന്തായാലും ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ IgE ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദർ ഇസ് എനി അലർജി ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. അതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് CRP, ESR എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ബോഡിയിൽ അയണിൻ്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയൺ പ്രൊഫൈലും അതേപോലെ തന്നെ ഫെറിറ്റിനും ചെയ്യേണ്ടി വരും. വിത്ത് ദാറ്റ് യു കെൻ ഓൾസോ ടേക്ക് കംപ്ലീറ്റ് ബ്ലഡ് റൂട്ടീൻ ആസ് വെൽ. പിന്നെ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയുന്നതും ഇസ് ഗുഡ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റിറോൺ എല്ലാം ചെക്ക് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ഇതെല്ലാം കൂടുന്ന സമയത്തും നമുക്ക് ഹെയർ ഫോൾ നിർത്താതെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞാലും നമ്മുടെ സിംറ്റംസും നമ്മുടെ ഗട്ട് ഹെൽത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വിൽ വർക്ക് മാജിക് ഫീൽ. ഈ ബ്ലഡ് ടെസ്റ്റുകളിലൂടെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇഷ്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെ കറക്റ്റ് ചെയ്ത് ഒരു ഗട്ട് ഹെൽത്ത് കറക്ഷനും കൂടെ വരുമ്പോഴേക്കും ഹെയർ ഫോൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും.